അപ്പോൾ നമുക്കിന്ന് ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പച്ചമുളക് ഇവിടെ അരിയാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് നമുക്ക് ഓംലെറ്റിന് നല്ലത്. അപ്പോൾ നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഓംലെറ്റ് തന്നെയാണ്. ഓംലെറ്റ് കഴിക്കുമ്പോൾ ശരിക്കും ചൂടായിട്ട് തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ് അല്ലേ. ഞാൻ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. അതങ്ങ് നന്നായിട്ട് അരിയുക. അപ്പോൾ ഞാൻ പച്ചമുളക് നന്നായി കഴുകിയെടുത്തു. സവാള അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതിലേട്ടും ഇപ്പോൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി എടുക്കുന്നത്. 3 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. താറാമുട്ടയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനിയിപ്പോൾ കാടമുട്ടയാണ് ഉപയോഗിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു 7-8 കാടമുട്ട. പക്ഷേ കാടമുട്ട ഇതിനെക്കാട്ടിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മുട്ടയാണ് ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. ഞാനിതേ മുട്ട ഇനി പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ് 3 എണ്ണം. അപ്പോൾ 2 ഓംലെറ്റൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മല്ലിയില നിങ്ങൾക്ക് അരിഞ്ഞ് ഇതിലാണ് ചേർക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ കറിവേപ്പിലയാണ്, മല്ലിയില ഇല്ലെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം തേങ്ങയുടെ എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ മലയാളികൾക്ക് എന്തായാലും തേങ്ങ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓംലെറ്റും തേങ്ങ ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ചൂടായിട്ടുള്ള നമുക്ക് ഈ ഓംലെറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് ബാലൻസിനനുസരിച്ച് ചേർത്താൽ മതി. ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് അങ്ങ് അടിച്ച് പതിപ്പിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളമോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പാലോ ഒക്കെ ഒഴിക്കാവുന്നതാണ്. നന്നായി ഫ്ലഫിയായി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലായി തോന്നും അല്ലേ, വോളിയം കുറച്ച് കൂടുതലായി തോന്നും. അപ്പോൾ നന്നായിട്ട് അങ്ങ് പതപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുമ്പ് ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ 1-1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അപ്പോൾ ലൈറ്റായിട്ട് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മുടെ തവ നന്നായി ചൂടാക്കിയതിന് ശേഷം മാക്സിമം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുട്ട ഒഴിക്കുക. അപ്പോൾ നന്നായി പരത്തി കൊടുക്കുക. നമുക്ക് എത്രത്തോളം രീതിയിൽ മറിച്ചിടാൻ ഓരോരുത്തർക്ക് എങ്ങനെ, ചിലവർക്ക് നല്ലവണ്ണം വട്ടത്തിലങ്ങ് പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തുള്ള അനുസരിച്ച് വലിപ്പമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അകം നന്നായി വെന്ത് വരും. നല്ല ഫ്ലഫി ആയി കിട്ടും. ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പം കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അടിവശം നന്നായിട്ട് കരിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നിറയെ എണ്ണ താഴെയുള്ളത് കാരണം വളരെ സൂക്ഷിച്ച് മാത്രം നമുക്ക് തിരിച്ചിടാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ലോ ഫ്ലെയിമിലായിട്ടും നല്ലോണം ഒരു ചുമന്ന ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട് ആ ഭാഗം. എങ്കിലും കരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി അധികം നേരം വെക്കേണ്ട, 1 മിനിറ്റ് പോലും വെക്കേണ്ട. വളരെ 3-4 സെക്കൻഡ്സ് ഒക്കെ നമുക്കങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങയും മല്ലിയിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി കുരുമുളക് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് ചേർക്കാം, തക്കാളി ഇഷ്ടമാണെങ്കിൽ തക്കാളിയൊക്കെ ചേർക്കാം. ഇതിപ്പോൾ ഒരു സിമ്പിൾ പരിപാടിയാണ്, നമുക്ക് തേങ്ങ ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട്. അപ്പോൾ ചോറിനാണെങ്കിലും വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. ഞാൻ ഈ സെക്കൻഡ് വൺ കൂടെ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നന്നായി രണ്ടാമത്തത് ഒഴിക്കുമ്പോഴും നന്നായി പതപ്പിച്ചിട്ട് തന്നെ ഒഴിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തിരി കൂടെ നല്ല സ്പൈസിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ വിതറാവുന്നതാണ്. നമുക്ക് അപ്പോൾ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും എൻ്റെ റെസിപ്പികളെല്ലാം കാണുക. നിങ്ങൾ അത് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. എൻ്റെ 2ാമത്തെ ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. Till then, bye from Rajani. Thank you for watching.